ഗൈസ് ഞാൻ സൂപ്പർ മൂൺ കാണാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. സമയം ഇപ്പം 10 മണി ആവുന്നുള്ളൂ. എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടോ ഞാൻ ബ്ലൂ മൂൺ കാണാൻ. പിന്നെ ഇവിടെ നോക്കിയാൽ നൈസായിട്ട് മൂണെ കാണാം. ചായ കുടിച്ചിട്ട് ഇരിക്കട്ടെ കുറച്ച് നേരം. ബ്ലൂ മൂൺ കാണണമെന്ന ആഗ്രഹവുമായി ഞാൻ കറക്റ്റ് സമയത്ത് എണീറ്റു നോക്കി. പക്ഷെ ഇവിടെ ഒന്നുമില്ല ഗൈസ്, നത്തിങ്. ബ്ലൂ മൂൺ കാണാൻ വേണ്ടി ഞാൻ വിട്ടില്ല. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ഞാൻ പോയി നോക്കി. ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ബ്ലൂ കളറുള്ള മൂണല്ല ബ്ലൂ മൂൺ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ബ്ലൂ മൂണും സൂപ്പർ മൂണും ഒരുമിച്ചുള്ളൊരു ദിവസമാണ്. അതായത് സൂപ്പർ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയോട് ചന്ദ്രൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൗർണമി, ഫുൾ മൂൺ, ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. ഇന്ന് സൂപ്പർ മൂണാണ്. ഭൂമിയോട് ചന്ദ്രൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ദിവസവുമാണ്. പിന്നെ നമ്മളുടെ 4 പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു സീസണിലെ 3ാമത്തെ പൂർണ്ണചന്ദ്രനെ പറയുന്ന പേരാണ് ബ്ലൂ മൂൺ എന്ന്. അപ്പം ഇന്ന് ബ്ലൂ മൂണുമാണ് സൂപ്പർ മൂണുമാണ്. അതായത് 3ാമത്തെ മൂണുമാണ് ഈ സീസണിലെ 3ാമത്തെ പൂർണ്ണചന്ദ്രൻ്റെ മൂണുമാണ്. പിന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്നുള്ളത് കൊണ്ട് അതൊരു സൂപ്പർ മൂണുമാണ്. ഇത് 2 പ്രതിഭാസം കൂടി ഒരുമിച്ചുള്ള ഒരു പ്രത്യേകതര ദിവസം ആയതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് ഇനി ഉണ്ടാവുന്നത് 2037 ഒക്കെയാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഇനി കാണാം. ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇനി കാണാൻ പറ്റും. അപ്പം ഞാൻ ഇത്ര നേരം ഇരുന്നത് ബ്ലൂ കളർ മൂൺ കാണാനായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ആരെങ്കിലും അങ്ങനെ കാണാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കളർ മൂണൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നല്ല അടുത്ത് നിൽക്കുന്നൊരു നല്ല ഭംഗിയുള്ളൊരു ചന്ദ്രനെ കാണാം. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ.